കുട്ടി കയ്യിലിരിച്ചിട്ട് എന്നെ കാണിച്ചു തരുമോ? കാണിച്ചു തന്നെ, അമ്മനെ കാണിച്ചു തന്നെ. കയ്യിൽ എന്നെ നോക്കട്ടെ. ഇതെന്നാന്ന് അറിയോ ജോൺകുട്ടിക്ക്? അറിയാം ഇതെന്നാ? കുക്കീസ്. നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റം വീട്ടിലുണ്ടാക്കിയതാ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം പിള്ളേർക്കൊക്കെ അയ്യേ എന്നൊക്കെ ആയിരുന്നു. ജോൺകുട്ടി പക്ഷെ ടേസ്റ്റ് കഴിച്ചിട്ട് മടിയായിരുന്നു അല്ലേ? പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഫാൻ ആരാ ഇവിടെ? പിന്നെ മമ്മ, പിന്നെ വേറെ ഒരു ഫുഡും കൊടുക്കേണ്ടതാ. മസാല ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിരുന്ന് കഴിക്കണോ? എന്ത് കാര്യം? മറ്റേ നമ്മളുടെ ഇംഗ്ലീഷ് ട്രഡീഷൻ ഇല്ല, മറ്റേ കാൻഡി കൊണ്ടുവരുന്നത്. നമ്മള് 2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയാണ്. ഇപ്രാവശ്യം ജോണിക്കുട്ടി തന്നെയാണ് പരിപാടിക്ക്. ഇവരുടെ കൂട്ടത്തിൽ പോണില്ലാത്തോണ്ട് ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ പോവാ. പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ലൈവ് അപ്പൊ ഇഷ്ടമല്ല പോകും. അവിടെ ഇപ്പൊ ഒരു മുട്ട സാധനം ഇട്ടിട്ടുണ്ട്. എടുത്തിച്ച് കൂടിപ്പോയി. ഇച്ചിരി സ്പഗറ്റി, ഇച്ചിരി ടൊമാറ്റോയും ഇച്ചിരി മീറ്റും ഒക്കെ കൂട്ടിയുള്ളൊരു ഫുഡ്. പക്ഷെ ആശാന്റെ കയ്യിൽ ഇത് കൊടുത്തത് കൊണ്ടാണ് പുള്ളിക്കിപ്പത് അത് കടിക്കാൻ വാ തുറക്കണ നേരം കൊണ്ട് ഒരു സ്പൂൺ ഇത് ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ടാ പോകുന്നത് കേട്ടോ. അത് ഫിക്സ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ചക്കി. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എല്ലാവരും നെയിൽ പോളിഷ് ആയിരുന്നു. ചക്കിയുടെ ഒരു വിരൽ പോയി കഴിയുമ്പോ ചക്കി ബാക്കി വിരൽ ഫിക്സ് ചെയ്യുമ്പോ ഇപ്പൊ എല്ലാ വിരലും അതിന്റെ വിഷമത്തില ചക്കി. അതെ. ഓ എന്റെ കൊച്ചിനമ്മ ഫുഡ് തന്നില്ല അല്ലെ? ഇവരോട് വർത്താനം പറഞ്ഞോണ്ട് ഒരു വായിലിരിക്കുവാണല്ലോ. കഴിച്ചിട്ടുണ്ടോ കുളിപ്പിക്കാൻ? ചക്കിക്ക് ഞാൻ പണ്ട് കണ്ടാണ് നെയിൽ പോളിഷ് ഇട്ടിട്ട് ഒരു റെഡ് ആണ് ഇട്ട്. അപ്പുറം അവള് വന്നിട്ട് പറിച്ചെടുക്കാൻ തുടങ്ങി. എപ്പോ? ഇപ്പോഴോ? കുഞ്ഞായിരുന്നപ്പോഴായിരിക്കും. എനിക്ക് നിങ്ങൾ പോകുമ്പോ അവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ നമുക്ക് മടിയിലിരിക്കേണ്ട ആശം താഴെ ഇറങ്ങിയിട്ട് പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാ ഉദ്ദേശിക്കുന്നത്? ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഓട്ടമായിരുന്നു. ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു. ഇതിനെ നടക്കുന്ന മനുഷ്യർക്ക് കൈ കാണിക്കുന്നു. പിരിവിരിപ്പ് തുടങ്ങി. ഇപ്പൊ ഏതോ ഒരു മിസ് റേച്ചലിനെ പരിചയപ്പെടുത്തിയിട്ട് ആള് പറ്റിച്ച് മടിയിലിരുത്തി. അവനിപ്പോ സമ്മതിക്കണം, അവന് മിസ് റേച്ചലിനെ കാണണം. നമ്മുടെ കൈ ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ടിരിക്കുക. ക്രീം ഉണ്ടോ? ക്രീം എടുത്തായിരുന്നോ? മളുവിലുണ്ടായിരുന്നോ? ഓക്കെ, ഒന്ന് തുറക്കാവോ? അപ്പൊ ഒരു തോണ്ടി ഈ മേളിലോട്ട് തൂത്ത് വയ്ക്കാം. യെസ്, താങ്ക് യു. ഭയങ്കര മോയ്സ്ചറൈസിങ് ടൈമായപ്പോൾ സ്റ്റാർട്ടായില്ലേ മളു? എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് മാറ്റി. ചക്ക നോക്കിയായിരുന്നോ? ടൈം എത്രയാ നോക്കിയായിരുന്നോ? 14:45 എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പോലും വ്യത്യാസമില്ല കേട്ടോ. നമ്മൾ വേണ്ട പോയിക്കൊണ്ടിരിക്കും അവിടെ. അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. തുള്ളി ചാടും. നോക്കുന്നുണ്ടോ നമ്മളിങ്ങനെ മൂവ് ചെയ്യണം? പുറത്തേക്കാണ് നോക്കണേ അവിടെ. ഓ എന്തോ കമന്ന് കിടന്ന് വിളിക്കാം മമ്മേ മമ്മേന്ന്. എന്താ 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 എസ്കുട്ടി എന്താ? എനിക്ക് കൊടുക്കാൻ എന്നോടാ കഴിച്ചനെ യശുക്കുട്ട. എന്നത് ചേച്ചിമാരുടെ ഫേവറേറ്റ് ഏലിപ്പാല കെക്സി എന്ന് പറയും. അതായത് ആഫ്റ്റർ സ്കൂൾ അവർ കഴിക്കുന്ന ഒരു കുഞ്ഞ് സ്നാക്കാണ്. ഓട്സ് ബാർ ബ്ലൂബെറി ഒക്കെ ഇട്ടിട്ട്. പാട്ട് പാടുവാണോ? ഇതിലെ കടയിൽ പോയിട്ട് കുറെ സ്നാക്സ് മേടിച്ചാണ്. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഇതിനകത്ത് ചിലത് കിട്ടുമ്പോൾ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചതാ. ട്രിപ്പ് പോകുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു. കുട്ടിൻ്റെ സ്നാക്സ് മാളുവിൻ്റെ ബാഗിനകത്ത് സ്നിക്കർസും കിൻഡർ ബുവാന സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഇവരുടെ ഫേവറേറ്റ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ എടുക്കുന്ന സ്നാക്ക്. നല്ല സംഭവം. ഓട്സും ബ്ലൂബെറിയൊക്കെ വെച്ചിട്ടുള്ളൊരു ബാറ്. ഒരു പാക്കറ്റിൽ 10 ഉണ്ട് അല്ലേ? നാളെ 6
4:50 നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു 5:50 ആകുമ്പോൾ നമ്മൾ താഴെ എത്തണം. അപ്പോൾ നമ്മൾ ഒരു 5 മണിക്ക് എഴുന്നേക്കാല്ലേ ഫുഡ്. അപ്പോൾ നമ്മൾ 4 മണിക്ക് എഴുന്നേക്കണം. ആക്ച്വലി 4 മണിക്ക് എണീക്കാൻ നമുക്ക് കുറച്ചുകൂടെ എയർലി എണീക്കാൻ പറ്റും. ട്രിപ്പ് പോകുമ്പോൾ എത്ര എയർലി എണീറ്റാലും ഒരു കുഴപ്പമില്ല, ഒരു 1 മണിക്ക് വരെ എണീക്കാം. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പാടാണ്. രാവിലെ എഴുന്നേക്കുന്ന എത്ര തവണ വിളിക്കണം അല്ലേ? ട്രിപ്പ് ഞങ്ങൾ സെക്കൻഡ് എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. അതെ അല്ല ചെക്കി നല്ല ഉഷാറാണ് ട്രിപ്പിൽ പോകുമ്പോൾ ചാടി എണീക്കാൻ. ലൈറ്റ് കണ്ട് ചൂരി എടുത്ത് എറിഞ്ഞ് കളഞ്ഞ് 2 വട്ടം ഇപ്പം പുള്ളിക്ക് തിന്നാൻ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ട് ഷൂവിൻ്റെ വള്ളി ഊരിയിട്ട് ഒരെണ്ണം പുള്ളി ഇങ്ങനെ വലിച്ചു പൊക്കി പിടിച്ചേക്കോടെ എന്നിട്ട് ഇങ്ങനെ ചപ്പി ഞൊണഞ്ഞുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഞൊണഞ്ഞുകൊണ്ടിരിക്കണം വലിച്ചു പൊക്കിയിട്ട്. അത് മറ്റേ വെച്ച് കൊടുക്കുമായിരുന്നു. കഴിക്കുന്നുണ്ട് ഫുള്ള് മെസ്സാക്കും. വെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ അതിലാന്ന് നല്ല നമ്മുടെ കയ്യിലുണ്ട്. ഓ കഴിച്ചോ അവിടെ എന്തോ പാർക്ക് ഉണ്ടെന്നാ കൊച്ചുങ്ങൾ പറയുന്നത്. പിന്നെ പോയി നോക്കിയേക്കാം. നല്ലോണം കേക്ക് ഒരു കോഫിയും വെള്ളം എടുത്തു. അവിടെ ചെല്ലുമ്പോൾ ഡിന്നർ കഴിക്കാം അല്ലേ? എസ്കുട്ടീനെ കൈമാറ്റം ചെയ്തു. ആദ്യം ഇവരെ തന്നെ പറഞ്ഞു വിട്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അന്നേരപ്പം സെറ്റായില്ല. പിന്നെ കൊച്ചിനെ കൊടുത്തിട്ട് മമ്മ പോയി മേടിച്ചുകൊണ്ട് വന്നു അല്ലേ? അവൻ്റെ ഐബ്രോസ് ദേഷ്യപ്പെട്ട രീതിയിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉമ്മ വെച്ചാൽ കുറച്ചുകൂടെ ചിരിക്കാൻ വേണ്ടി, പക്ഷെ കൂടുതൽ അങ്ങ് മാഡായി. അത് ഉറക്കത്തിൽ ഉമ്മ കൊടുത്ത് കാമാക്കാൻ നോക്കിയതാ. ദേഷ്യപ്പെട്ടു. പപ്പ ഹോട്ടലിൻ്റെ കാര്യം സർപ്രൈസ് ആക്കി വെച്ചോണ്ട് നൈറ്റ് ഡ്രസ് എടുത്തില്ല എയർപോർട്ടിൽ. അമ്മ പറഞ്ഞു സ്കോട്ട്ലാൻഡിൽ പോകും, അവിടുത്തെ അമ്മ മേമേൻ്റെ നൈറ്റ് ഡ്രസ് യൂസ് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ ചെയ്യും, ജീൻസ് ഇട്ടുറങ്ങും. സർപ്രൈസ് അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ടല്ലേ. ചക്കി എടുത്തോ? നല്ല സണ്ണിയായി കേട്ടോ. നമ്മൾ തിക്കൂറിൽ എത്താറായി. വൈകിട്ടിപ്പം എന്തോ 5:48 6 മണിക്ക് നമ്മൾ എത്തും. റോഡ് പണിയൊക്കെ നടന്നിട്ടിരിക്കാം. ആ സ്കൈ കണ്ടോ? ഇതിന് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം അല്ലേ മോള്? ആ അത് തന്നെ. ബാഗ് തോളത്തിട്ടോട്ടോ. അപ്പോൾ ഇതെടുക്കണം. എസ്കുട്ടനെ എഴുന്നേറ്റ് നമ്മൾ ഉറക്കത്തിലെ ജാക്കറ്റ് ഷൂസൊക്കെ ഇടിപ്പിച്ചത്. ആരും വന്നിട്ട് എത്താനുള്ള ഇറങ്ങാനുള്ള സ്ഥലമായി. സ്ഥലം എത്തി. ഇനി അടുത്തെടുത്ത് പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം എയർപോർട്ടിലോട്ട് പോകാൻ. നമ്മൾ എങ്ങനെയൊക്കെയോ ഇറങ്ങി ട്രാക്ക് 5 കേട്ടോ. ഇതിലൂടെ നമ്മൾ പോകണം. 2 to 6 ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു. നോക്കാം. ഇവിടുന്ന് ഒരു ഇതുകൂടെ കയറണം. നമ്മളിപ്പോൾ താഴെ കൂടെയാണ് നമുക്ക് കയറി വന്നത്. ഇനി ഒരെണ്ണോടെ കയറാനില്ല. ഇപ്പോഴേക്കും എനിക്ക് ഹെൽപ്പ് വേണം. ഞാൻ നോക്കുമ്പോൾ ഒരാൾ കണ്ട് അന്തം വിട്ട് ഒരിടത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു മിഠായിക്കട. എന്നെ ചക്കി ഇങ്ങനെ കിളി പോയവർ നോക്കിയിരിക്കുന്ന കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തലേ അങ്ങനെ നമ്മൾ ട്രാക്ക് 5 പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മാളിനോട് ബേബിനെ തരാൻ പറഞ്ഞിട്ട് മാള് തരുന്നില്ല. മാള് തന്നെ എടുക്കും. ബാഗ് ബേബി ആരെയൊക്കെയോ ഇവൻ കണ്ണു തുറച്ച് നോക്കണ്ട്. ആണോ? അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ട്രെയിൻ വരാൻ പോകുന്നത്. ലെന്തോസേമ 1 മിനിറ്റിനുള്ളിൽ വരുവേ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അല്ലേ? ഒത്തിരി നോക്കിയിരിക്കണ്ട. നേരെ ഇനിയിപ്പോൾ ഹോട്ടലിലോട്ട് പോവാം. അത് നമുക്കുള്ള ട്രെയിനല്ലോ. നമ്മുടെ ഈ ട്രാക്കിലാണ് വരുന്നത്. ഇതിലേ വരുന്നത്. അതിലേ വരുന്നത്. ഓ എത്തിയോ? സുഷിയുടെ ഹോട്ടൽ ഓടിക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ വേറെ ട്രെയിനിൽ കയറി എന്നിട്ട് നമ്മളിപ്പോൾ ഹെൽസിങ്കിൻ്റെ എയർപോർട്ട് ഹോട്ടലിൽ പോവാം. ഓഹോ അടുത്തിരിക്കണ ചേച്ചിയോട് നോനോന്നൊക്കെ പറയുന്നു. സാധാരണ ഇനി കയറുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വരത്തില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നോ? ഓർക്കുന്നുണ്ടോ? പക്ഷേ ഇൻ കേസ് ഇത് കണ്ട് 3 മിനിറ്റ് 2 മിനിറ്റ് കണ്ടേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. അതായത് പെട്ടെന്ന് ചെല്ലും നമ്മൾ അല്ലേ? അപ്പം നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഫൈൻ വലിയ എമൗണ്ട് ആയിരിക്കും. നമ്മൾ സാന്തുക്കുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അവിടെ നിന്ന് മറ്റേ ഫ്ലൈറ്റിൻ്റെ പടം എത്തുന്നിടത്തേക്ക് നമ്മൾ ചെല്ലണം.
അടുത്തതിന് അടുത്തതിന് ലീനാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് 6:44 നമ്മൾ ലന്താസമയിൽ എത്തുള്ളൂ. 111 kilometers per hour. നല്ല സ്പീഡിലാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. അത്ര ഫീൽ ചെയ്തില്ല. ഷൂട്ടിംഗ് സ്റ്റാർ കളിച്ചിട്ട് പോവോ? ചേച്ചിയുടെ പാൻറ് കളയോ? ചേച്ചിക്ക് കൊടുക്കത് കളയുമല്ലോ. പുള്ളി നോക്കി പാട്ടൊക്കെ പാടുക. ഡോറ് തുറന്നാൽ ഇറങ്ങാം. പ്രസ് ചെയ്താൽ ഇറങ്ങാൻ പറ്റും. അങ്ങോട്ട് പോണോ? അല്ല, നടന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ ഷൂസൊക്കെ ഇട്ട്. ട്രാവൽ കിക്ക് വന്നില്ല അല്ലേ? ഒരു ഫീല് വന്നില്ലാന്ന്. കാരണം മമ്മ ഒരു എക്സൈറ്റ്മെന്റ് ഇച്ചിരി കുറവായിരുന്നു മമ്മ കാണിച്ചത് അല്ലേ? ഇത് എങ്ങനെ പോണോ? ഇതേ പോണോ ലിഫ്റ്റേ പോണോ? അയ്യോ, അതേ പോവാണെങ്കിൽ ഇച്ചിരി പാടാ. മമ്മ എടുക്കട്ടെ. സൈഡിലൂടെ സ്പീഡുള്ളവർ കൂടി പോകുന്നു. നമ്മളിങ്ങനെ ഓരം പറ്റി നിൽക്കുവാണേ. ഭയങ്കര ഹൈറ്റാട്ടോ, ഭയങ്കര ഹൈറ്റാണ്. ഈ ഹൈറ്റിലാണ് നമ്മൾ ഇത്രയും എന്തോ സൂക്ഷിച്ച് ഭയങ്കര ഷോക്കിലാ. ഭയങ്കര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്കൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹോട്ടൽ കംഫർട്ട് ആട്ടോ നമ്മുടെ. ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തോന്നൊരു പിള്ളേരെ. ആൾക്ക് ഹാർഡ് വർക്കിംഗ് ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇവരിവിടെയായിരുന്നു കേട്ടോ. പ്രാവശ്യം നമുക്കിവിടെ. ജോണിക്കുട്ടി ചേട്ടൻ ഇത് കണ്ടിട്ട് നല്ലതായിട്ട് വിഷമിക്കുമല്ലോ. കഴിഞ്ഞ വർഷം നിങ്ങൾ നാട്ടിൽ പോയില്ലേ? അന്നേരം നിങ്ങൾക്ക് സങ്കടമല്ലേ? അല്ലേ, ഇതാന്ന് തോന്നുന്നു കേട്ടോ ഹോട്ടല്. സെയിം ഹോട്ടലാന്നാണ് പിള്ളേര് പറയുന്നത്. ചൂട് കൂടുതലാണ് ഇതിൻ്റെ അകത്ത്. നല്ല രസമുണ്ടല്ലോ. ചെക്കിങ് ചെയ്തിട്ടില്ല. 1 നൈറ്റിന് ഫാമിലി റൂം അപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് 5th ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് 4 AM തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. രാവിലെ എഴുന്നിട്ട് ഇതല്ലേ പപ്പ എന്താ കയറിയ ജിമ്മൊക്കെ. ഏതാ പിള്ളേർക്ക് ഈ സ്ഥലമൊക്കെ നല്ല ഓർമ്മയെന്ന് തോന്നുന്നത്. ഇതിലെയാണല്ലോ അവർ ഇറങ്ങി വന്നേ. 5th ഫ്ലോർ. എന്തോ തൊപ്പി കളഞ്ഞോടാ. അങ്ങോട്ട് ഇറങ്ങും. അവിടെ ആ സൈഡ് ഓപ്പൺ ചെയ്തോ? എനിക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ ഫെയർബിക്സ് ഞാൻ ക്ലാസ് ക്രഷ് ഞാനാണ്. സാധാരണ ഇവിടെയാണ് ഇടേണ്ടത്. അല്ല, അത് നോർമലാണ്. ഓക്കെ, നമ്മളങ്ങനെ കീ ഒന്നും കാർഡ് നൂറിൻ്റെ ആവശ്യമില്ല അല്ലേ? സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അതൊക്കെ നോർമല. അത്ര സന്തോഷമാണ് യേശുക്കുട്ടി. യേശുക്കുട്ടി ഹാപ്പിയാണോ? ഹാപ്പി. എവിടെയാ? ഹോട്ടലിലെത്തി. നോനോ. കൊച്ചു വന്ന വഴിക്ക് മുഴുവൻ സകലരോട് നോനോ പറയുമായിരുന്നു. എന്നെ പറ്റി ഷോക്കിയായിട്ട് നിൽക്കുന്നേ എൻ്റെ മോളെ. എന്നതാ പറഞ്ഞേ? നിങ്ങൾക്കുള്ള ടബ് ഉണ്ടായിരുന്നു. മറ്റേ റിച്വൽസിന് ബോഡി ക്രീം ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം അത് ഇഷ്ടംപോലെ എടുത്തായിരുന്നു. ബാബ അവനെങ്ങ് പിടിച്ചോ. അവന് ടോയ്ലറ്റ് കണ്ട പ്രത്യേക അട്രാക്ഷനാ. നേരത്തെ ഇറങ്ങും ചെയ്യാം കേട്ടോ. ഹലോ. അങ്ങനെ നമ്മള് ഹോട്ടലാണ്. ദേ പോണു. ഈശോയെ ആരെ വിളിക്കാൻ പോവാ? അതിലൊന്നും ഞെക്കല്ലേ. അമ്മ എവിടെ കിടക്കണേ? അമ്മ എവിടെ ആണെങ്കിലും കിടന്നു. നിങ്ങൾ ഇഷ്ടമുള്ള എടുത്ത് കിടന്നോ. നിങ്ങളുടെ പ്രിഫറൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മയുടെ
കാരണം ഈ ട്രിപ്പ് നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുക മാക്സിമം. അമ്മ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. വിശന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ വോൾട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. താഴെ ഹോട്ടലിൽ പോയി ഇവനെയും കൊണ്ട് കഴിക്കാന്ന് പറയണത് വലിയ ചടങ്ങായിരിക്കും, ടാസ്ക് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇരുന്നു മണം വരുന്നുണ്ടോ? ചക്കിക്ക് വിശന്നിട്ട് വേറെ എടുക്കുമെന്നൊക്കെ പറയായിരുന്നേ. കാര്യം പറഞ്ഞാൽ ഇത്രയും സംഭവമാണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. 70 യൂറോയെ ഫുഡ് ഓർഡർ ചെയ്തതിന്. അപ്പം ഞാൻ ഓർത്ത് ദൈവം ഇത്ര എക്സ്പെൻസീവ് ആയിരുന്നെന്ന്. ഫ്രൈഡ് റൈസ് ഒരെണ്ണം എന്നുള്ളത് അറിയാണ്ട് 2 എണ്ണമായിപ്പോയി. പക്ഷെ കാണാൻ അടിപൊളിയാട്ടോ, നല്ല അല്ലേ? ഓ, കണ്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ എന്നാ ഇമാജിന് 3 ഫ്രൈഡ് റൈസ് അല്ല, അത് ബർഗറിൻ്റെതാ. എന്നിട്ട് കട്ട്ലറി ഉണ്ട്. അത്രേ ഉള്ളോ? ഇത്രേ ഉള്ളോണാ? അല്ല, ബർഗർ കണ്ടില്ലാത്തോണ്ടോ. ഇങ്ങനെ പൊട്ടിച്ചു വിടും. എന്താ എനിക്കൊരു ബിറ്റിട്ട് സോൾട്ട് ഒന്ന് കുറച്ചിടണം. കട്ടിയട്ടെ. ഭയങ്കര അടിപൊളി ടേസ്റ്റാ. നല്ല ടേസ്റ്റ്. അതിൻ്റെ ഒരു സോസ് മുട്ട നോർമലി ഇഷ്ടത്തോളം, പക്ഷെ എന്ത് ടേസ്റ്റാ. വളരെ മുട്ട ഇഷ്ടമായി കണ്ടിട്ട്. ഫുഡ് അതെ, എൻജോയ് ആട്ടോ, ബെസ്റ്റ് ആയിട്ട്. കേട്ടോ, ഒരു കയ്യിൽ പ്രോൺസ് ഡിപ്പൊക്കെ മുക്കി, മറ്റേ കയ്യിൽ ഗാർലിക് ബ്രെഡൊക്കെ മുക്കിയിട്ട് ആൾക്ക് ഡിപ്പ് ചെയ്യണമെന്നൊക്കെ അറിയാം കേട്ടോ. കറക്റ്റ് ഡിപ്പിനകത്തൊക്കെ മുക്കിയാണ് കഴിക്കുന്നത്. നമ്മളുള്ള സൗകര്യത്തിലൊക്കെ ഇരുന്നങ്ങ് കഴിച്ചു അല്ലേ? നല്ലതാണോ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? അതിനുണ്ട് കിഡ്സ്? അടിപൊളി. നല്ല വിശന്നിരിക്കുമ്പോൾ പിന്നെ എല്ലാത്തിനും രുചി കൂടും. അത് മുട്ട സാറിന് നോ പറയുന്ന മാളുമാണ് മുട്ട രുചിച്ച് കഴിക്കുന്നത്. ഇതിൽ ബബിൾസ് അതിനകത്ത് ഫുള്ള് ഡിപ്പിനൊക്കെ മുക്കിയിട്ട് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? കണ്ടോ കൂടുതലായത് തൂത്തെടുത്തു. എക്സസ് ആണോ നമുക്ക് തൂത്ത് കളഞ്ഞിട്ടൊക്കെ പുള്ളി കഴിക്കുന്നത്. അത് ഡേ ടൈമിൽ ഇറങ്ങുമ്പോൾ, രാത്രി അല്ലെങ്കിലും എല്ലാവരും സൈലന്റ് അല്ലേ? പക്ഷെ അപ്പൊ ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യാതെ പകല് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അത് ഇടേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഉറങ്ങണ്ടേ? ഗുഡ് നൈറ്റ് വെക്കാൻ പോവാം. നൈറ്റ് ഡ്രസ്സ് ഇടാം. ബാ, എസക്കോട്ടിന് മാത്രം ഒരു കുഞ്ഞ് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് സർപ്രൈസ് ആയതുകൊണ്ട് നമ്മളാരും ഡ്രസ്സ് കരുതിയിട്ടുണ്ടായില്ല അല്ലേ? മേമയുടെ അടുത്ത് വരുമ്പോൾ മേമയുടെ അടുത്ത് നിന്ന് ഇടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 4 മണി വെച്ചോ. എന്നിട്ട് പിന്നെ എന്നിട്ടൊരു നമുക്കൊരു 4 മണിക്ക് വെച്ചിട്ട് ഒരു സ്നൂസ് ചെയ്ത് 10 മിനിറ്റ് കൂടെ വയ്ക്കാം. ഗുഡ് മോർണിംഗ്. നമ്മൾ എത്ര തവണ സ്നൂസ് ചെയ്തത് മാറ്റി മാളൂ. ഇപ്പം ഇനിയും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വാസയ്ക്ക് ട്രെയിൻ പിടിച്ച് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. 4:50 5 നമ്മൾ അവിടെ ചെല്ലണം. എന്താ എസ്കോട്ട് നമുക്ക് പൊക്കിയാലോ അല്ലേ? ലൈറ്റ് ഇടാവോ അപ്പം? ഷോ ടു ബ്രൈറ്റ് ആയിരിക്കുമോ? എനിക്ക് വയ്യ. അത് ലൈറ്റാണോ ജി? അത് ലൈറ്റാണോ ചക്കര? അത് ലൈറ്റാണ്, ലൈറ്റ്. അയ്യോ അയ്യോ അയ്യോ, നമ്മുടെ കുഞ്ഞാവ് കരയുവാണോ? ഓക്കെ, യെസ്, പോവാം. കം, പോവാ നമ്മൾ. ടാറ്റ, പോവാ. അപ്പിടാൻ നിൽക്കുകയാണോ? നമുക്കിപ്പോൾ സമയമില്ല അപ്പിടാൻ. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നേരെ വേണ്ട ഈ ലെഫ്റ്റ് ലൈൻ പിടിച്ചിട്ട് നേരെ വിട്ടോളാനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റ് ചെന്നിട്ട് കാണാം അല്ലേ? ഏർലി മോർണിംഗ് നല്ല തിരക്കുണ്ട് കേട്ടോ അല്ലേ? നമ്മൾ കിടക്കാൻ വിചാരിച്ചപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ ചോദിച്ചു വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നൊക്കെ ഓർത്തു. ഈ റൂൾ അനുസരിച്ച് യൂറോപ്പിൻ്റെ പാസ്പോർട്ടാണെങ്കിലും നമുക്ക് UK പോകണമെങ്കിൽ ഈ വിസയ്ക്ക് അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യണം. ചെയ്തിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മളത് അറിയുന്നത്. 1 hour നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ക്വിക്കായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. പക്ഷേ കിട്ടുമെന്നുള്ള അറിയത്തില്ല. 2 to 3 days ഒക്കെ എടുക്കും. അപ്പം മിക്കവാറും പണി കിട്ടി. ഞാൻ അമ്മ ഗേറ്റിൽ പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. കൗണ്ടർ പോയി ചോദിക്കാം. ഇങ്ങോട്ട് ഇരിക്കേ, എങ്ങും പോകല്ലേ. പിള്ളേർ ഓക്കെ ആയെന്ന് പറഞ്ഞു. വേഗം വാ, എഴുന്നേക്കാം. എങ്ങനെ മനസ്സിലാവുന്നില്ല, ഇതുപോലെ
ഒരേ തവണ ഒരേ പണി കിട്ടുന്നത് ശരിയെന്ന് അവർ പറഞ്ഞേ. ആക്ച്വലി പിള്ളേരുടെ ഇതുവരെ വന്നില്ല, എൻ്റെയും കുഞ്ഞാവയുടെ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് നാളത്തേക്ക് മാറ്റിത്തന്നു. പന്ത്രണ്ട് മണി വരെ നമ്മൾ ഈ റൂമിൽ. അത് കഴിഞ്ഞിട്ട് അറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എന്താണ് ഭയങ്കര വിഷമം വരുന്നു. ഡൈനിയുടെ അടുത്തുനിന്ന് എൻ്റെ അനിയത്തിര അങ്ങോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എയർപോർട്ടിലോട്ട്. അപ്പം അറൈവൽ ടൈമൊക്കെ അനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞങ്ങൾ വരുമ്പോൾ വീട്ടിലോട്ട് പോരാനുള്ള. അപ്പം ടെക്നിക്കലി ഒരു ദിവസം നമുക്ക് മിസ്സായി. പക്ഷേ നമ്മുടെ ആ ഒരു വിഷമം കണ്ടിട്ടാണ്, പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ നിൽക്കണം കണ്ടിട്ടാന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഓഫർ പ്രൈസിൽ കിട്ടിയ ടിക്കറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്യലൊന്നും പോസിബിൾ ആയിരുന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ട് അവരാകെ ഇതായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ചീഫ് വന്നു കഴിഞ്ഞിട്ട് എന്നെ മുത്തേ എന്നെ അടിപാടി ബാ അവരുടെ ചീഫ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട്, അതായത് എനിക്ക് അസുഖത്തിനും ബോർഡിംഗ് പാസ് നാളത്തേക്ക് തന്നു. മാളുവിൻ്റെയും ചക്കിയുടെയും ഈ വിസ ഓക്കെ ആവുകയാണെങ്കിൽ അവരുടെ ബില്ല് തന്നു. ഈ വിസ ഓക്കെ ആവുകയാണെങ്കിൽ അവർക്കും നാളെ ബോർഡിംഗ് പാസ് റെഡിയായി കിട്ടും. ഞാൻ എൻക്വയറി വിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. മാളു ചക്കി, പക്ഷെ നമുക്കിപ്പോൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പപ്പ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈകിട്ട് വരെ നോക്കുക, എന്നിട്ട് ലാസ്റ്റ് ട്രെയിൻ വാസയ്ക്കുള്ള ട്രെയിനിൽ മമ്മ നിങ്ങളെ കയറ്റി വിടുന്നു, എന്നിട്ട് പപ്പ വാസയിൽ നിന്ന് നിങ്ങളെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, മമ്മ സ്ക്രീൻഷോട്ട് എടുത്ത് മാളിൻ്റെ ഫോണിൽ തരാം. ഓക്കെ, ഫിൻലൻഡ് ആയതുകൊണ്ടും സേഫാന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാമല്ലോ, അത് വേറെ നിവൃത്തിയില്ലല്ലോ. ഞാൻ പറയായിരുന്നു പിള്ളേരോട് കുറച്ച് നേരം ഉറങ്ങിക്കോളാം, ഉറങ്ങണ്ട, അവർക്കപ്പടി സങ്കടമാണ്, തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. മാളു എന്നാ പറഞ്ഞേ? ഒരു ദിവസത്തെ ക്ലാസ് അല്ലായിരുന്നു മിസ്സാവുള്ളൂ? അത് ഇന്നത്തെ ഓൾറെഡി മിസ്സായല്ലോ. പക്ഷെ ഇന്നിപ്പോ ഇന്നത്തെ മിസ്സായി. സ്കൂളിൽ പോകണ്ടാന്നോ? അതെന്നാ സ്കൂളിൽ നിന്ന് ലീവ് ഒക്കെ എടുത്ത് പോകുന്നതാണല്ലോ അല്ലേ? എല്ലാരോടും വെക്കേഷൻ എടുത്ത് പോന്നിട്ട് പിന്നെ കഷ്ടായിപ്പോയി. ആക്ച്വലി പിള്ളേര് മാളും ചക്കയും കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ തിങ്കളാഴ്ച തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന പോലെ ചെയ്തത്. കാരണം എനിക്കാണെങ്കിൽ 2 ആഴ്ച ലീവ് ഉണ്ടായിരുന്നു, അപ്പം എനിക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം എടുക്കാമായിരുന്നു. പക്ഷെ പിള്ളേരുള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് ബുക്ക് ചെയ്തത്. മാള് എന്നാ പറഞ്ഞേ? ജസ്റ്റ് നമ്മുടെ മുഖം സ്കാൻ ചെയ്യും, നമ്മുടെ പാസ്പോർട്ടും ബാഗ് ഒതുക്കിയാൽ മതി. ഇതൊരവസ്ഥയാണോ മതി? എപ്പോഴും എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഭയങ്കര, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അതായത് മറ്റേ നമ്മൾ ഫിനിഷ് പാസ്പോർട്ട് വെച്ച് നമുക്ക് അറൈവൽ വിസ ആയിരുന്നു. എനിക്കെന്തോ പിന്നെ റൂള് ചേഞ്ച് ചെയ്ത് നമ്മൾ അറിഞ്ഞില്ല. ചക്കി എന്നൊക്കെ പറഞ്ഞേ? ആണോ? ചക്കി പറയണത് പോകാൻ പറ്റിയില്ല, പെർമിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചക്കി പോയിട്ട് വിർപ്പ് ചെയ്യും. പിന്നെ എന്നാ പറഞ്ഞേ? ഓക്കെ, ഈസ്റ്ററിൻ്റെ ഇതൊക്കെ തപ്പാൻ പോകുന്നു. എയർപോർട്ടിൽ ഒരു ഉടുപ്പ് കൂരി സെയിം ഡയറക്റ്റ് ക്ലോത്ത്സ് ഇടാമ്പോ എന്തിനാ കരയണേ? ശാരമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും എല്ലാം ഫിക്സ് ചെയ്തിട്ട് പോവാം. ഇനിയാണേലും പോകുന്ന കാര്യമല്ലേ. അടുത്ത വെക്കേഷൻ നമുക്ക് പോവാം. ഓക്കെ, മമ്മ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 9 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മമ്മ പോയിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചു വന്ന്, അല്ല ഒരു ദിവസത്തോടെ ബുക്ക് ചെയ്തപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അഡ്വാൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നാളെ നമ്മൾ എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഒത്തിരി സമയം ഇപ്പൊ ആഫ്റ്റർനൂൺ ആയി പോലെ 4 മണിക്ക് നീറ്റുണ്ട്. പക്ഷേ ആക്ച്വലി ഇപ്പൊ 10 മണി. സാരല്ല, സൗണ്ട് കേൾപ്പിക്കല മോനെ. അവൻ കുറച്ച് നേരം ഇവിടെ ഉറങ്ങണം. മമ്മ പോയി ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വരാം.
പിന്നെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാണേലും ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോൾ പിള്ളേരുടെ കയ്യിലും വലിയ വിഷമമാവും. അവരെന്തായാലും വെറുപ്പേണ കാര്യമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഡിസിഷൻ വരുന്നിടം വരെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഹാപ്പി ആയിട്ട് വരേണ്ടതാണ്. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല, ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഫാസ്റ്റ് ഇപ്പോഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. വേഗം വാ, ചക്കി എന്നെ എടുക്കുക. അങ്ങോട്ട് നല്ല എക്സൈറ്റ്മെന്റ്, ഇമോഷൻസ് ഫുൾഫിൽഡ്. ഒന്നും മനസ്സിലാകാതെ പാവേശക്കുട്ടി തലയൊന്ന് ചെറുതായിട്ട് മുട്ടി ചുമന്നാക്കിയിരിപ്പുണ്ട്. മുമ്പോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രെഡും ചാസ് ഇഷ്ടമുള്ള എടുത്ത ചക്ക്. 1/2 hour ടൈമേ ഉണ്ടായിരുന്നുള്ളേ. പക്ഷെ അവരിപ്പോൾ ക്ലോസ് ചെയ്യും. എടുക്കാനുള്ളത് സെയിം ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടാണ് കഴിക്കുമെന്നുണ്ടെങ്കിൽ, കാരണം ഇനി ടൈമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇച്ചിരി ടൈമും കൂടെ ഉള്ളു. അപ്പോൾ വേഗം യേശക്കുട്ടിക്ക് ഉള്ളതും അമ്മ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തുകൊണ്ടു. കണ്ടാൽ കുറച്ച് ബൾക്കായിട്ടായിരിക്കുന്നത്, പക്ഷെ നമുക്ക് ടൈം കുറവായതുകൊണ്ട് എപ്പോഴും എഴുന്നേറ്റ് പോകണ്ടല്ലോ അല്ലേ. ഓക്കെ, ചക്കി എടുക്കാൻ പോയി. ചക്കി ആദ്യം എടുത്തൊരു ഇച്ചിരി കഴിച്ചു. എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം കേട്ടോ, സ്മോക്ഡ് സാൽമൺ ബ്രെഡിനകത്ത് സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. റെസ്റ്റോറൻറ്റിലൊന്നും കൊച്ചു പിള്ളേർ അലൗ ചെയ്യില്ലാത്തതിൻ്റെ റീസൺ ഉണ്ടാകുന്ന കണ്ടോട്ടോ. തട്ടുന്നു, അടിക്കുന്നു, കലക്കുന്നു, ഇതൊക്കെയാണ്. മൊമെന്റിൽ അമ്മ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുവാണെന്ന് മാള് പ്രതീക്ഷിച്ചിരിക്കുവാണ്. പക്ഷെ അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ മെയിൽ വന്നില്ല. അമ്മ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽസിംഗിൽ നമുക്കൊരു ഹോട്ടൽ സ്റ്റേ കിട്ടി, ഒരു ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി അല്ലേ. ഹാപ്പി അല്ലേ? നമ്മൾ എല്ലാം നടന്നില്ലെങ്കിലും ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവൻ അലമ്പ് കൂടി, അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് റൂമിലോട്ട് പോകാം അല്ലേ. ഫുഡൊന്നും എടുത്തുകൊണ്ട് വരല്ലെന്നാണ്, പക്ഷേ നമുക്ക് കുഞ്ഞ് പിള്ളേർ ബേബി കയ്യിലുള്ളതുകൊണ്ട് ഇതാവും കഴിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഇത് നമ്മൾ കയ്യിലെടുക്കുന്നതിന് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ലോഞ്ചിലിരിക്കുക. എന്താവും എന്നറിയത്തില്ല, നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പിള്ളേർക്ക് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, വരില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അവരെ തിരിച്ച് റൂമിൽ പോയി ഫ്രഷായി പയ്യെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അവരെ ട്രെയിൻ കയറ്റിവിടാമെന്ന് ഓർക്കുന്നു. ഇവിടെ നമ്മൾ സേഫാട്ടോ, കാരണം കറക്റ്റ് എടുത്ത് ഫോൺ ചാർജ് ചെയ്ത് കയ്യിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കറക്റ്റ് സ്റ്റോപ്പിൽ ചെയ്യാൻ വരും. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ കോൺഫിഡൻസാണ്, ഇവർ മാനേജ് ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത് ഓക്കെയാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. അപ്പോൾ പോയാലും നമുക്ക് റൂമിലോട്ട് പോകാം. ആശാൻ ഇവിടെ മുഴുവൻ വിരിക്കി നടക്കാൻ തുടങ്ങി. ഞാൻ പറയായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുകയല്ലോ. എപ്പോഴും ഇങ്ങനെ മാറി. നീ പറക്കാൻ പോവാണ് ആസുകുട്ടി. തെന്നി വീടില്ല, അവിടെ നനഞ്ഞുണ്ടോ നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഷൂ ഇട്ടില്ലായിരുന്നു. പിള്ളേരൊന്നുമില്ല, സ്വിമ്മിങ്. പിന്നെ ജിമ്മിൽ കയറാമെന്നും പറഞ്ഞ് എങ്ങനെയുണ്ട് മാളു? ഒറ്റ നേരം കൊണ്ട് മസിൽ വന്നു. എനിക്ക് വയ്യ. സ്റ്റേമല്ല ത്രെഡ്മില്ലിൽ കയറുന്നേ. ഇതിനു മുമ്പ് കയറിയുണ്ടോ? എവിടെ വെച്ചാ? ഓ ശരിയാണല്ലോ. അയ്യോ, ഇവൻ കയ്യിൽ നിൽക്കില്ലേ, ചോട്ട്. ആരാ സുഖട്ട? ചേച്ചിമാരെല്ലാം ഭയങ്കര ജിമ്മേത്താ. നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. ഓക്കെ ഗേൾസ്, റെഡി? അതല്ലേ, സ്റ്റാർട്ട് ഫണ്ണായി, സാഡിൽ എൻഡിങ് ആയി. അങ്ങനെ നമ്മൾ സാഡിൽ എൻഡിങ് ആക്കി കളയാൻ പാടില്ല. ഓക്കെ, ഇച്ചിരി ടൈം എടുക്കും. കോപ്പപ്പ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. നമ്മളത് സെറ്റാക്കി എടുക്കണം നമുക്ക്. ഓക്കെ, അപ്പം വന്നില്ലേ നമ്മൾ ആ ഡിസിഷൻ അപ്പോൾ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ സെയിം ടൈമിൽ വന്നാൽ ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. നമുക്കൊരു കുറച്ച് മണിക്കൂറോടെ നോക്കാം. അത് അപ്പം അത് നല്ലതിനായിരുന്നു, നമ്മൾ വിശ്വസിക്കണം. മാളു ഹാപ്പി ആയിപ്പോ ഒരു സർപ്രൈസ് ന്യൂസ്.
എന്നിട്ട് ഞാൻ എന്നെ എടുക്കും അതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ കിഡ്സിന്റെ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളുവിന്റെ അക്സെപ്റ്റ് ആയി, ചക്കിയുടെയാണ് റിജക്ട് ആയിട്ടിരിക്കണം. അപ്പൊ ചക്കിക്ക് നമ്മൾ റീഅപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞോ, എനിക്ക് തോന്നുന്നത് എനിക്ക് അക്സെപ്റ്റ് ആവാൻ കാരണം മമ്മ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് ഒരു പ്രോമിസ് ചെയ്തു, എന്നിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. രണ്ടാമത് ക്യാൻസൽ ആയി, റിജക്ട് ആയ സമയത്ത് അല്ലേ ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു. സമയത്ത് എനിക്ക് ആക്ച്വലി ഭയങ്കര പോകുന്നുണ്ട്. ഇപ്പോൾ റീഅപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ. അപ്പം മാളുവിൻ്റെ ഇത് അക്സെപ്റ്റ് ആയിട്ടുണ്ട്, ചക്കയുടെ റിജക്റ്റ് ആയി. പക്ഷേ അതിൻ്റെ റീസൺ അവർ കാണിച്ചേക്കുന്നത് ഫോട്ടോയുടെ ഒരു ഇതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിള്ളേരുടെ കേസ് ആയതുകൊണ്ട് അങ്ങനെ ഫാസ്റ്റായിട്ട് ഇപ്പം നമ്മുടെയൊക്കെ 3 മിനിറ്റ് കൊണ്ട് കിട്ടി കേട്ടോ. പക്ഷേ ഇവരുടെ ഇപ്പം ഇത്ര മണിക്കൂർ എടുത്തു. പക്ഷേ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചക്കി വിഷമിക്കണ്ട. റൂമിൽ പിള്ളേരെ ആക്കിയിട്ട് ഞാനിവിടെ എയർപോർട്ടിൽ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്തില്ലേ ആ സ്ഥലത്ത് വന്നതാണ്. കാരണം ചക്കിക്ക് ഇപ്പോൾ 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു, 2 പ്രാവശ്യവും റിജക്റ്റായി. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തതിൻ്റെ പ്രശ്നമാണ്. ഓരോ തവണ അപ്ലൈ ചെയ്യുമ്പോഴും €19.67 അങ്ങനെ എത്ര നമ്മൾ പേ ചെയ്യണം. ഇവിടെ റൂമിൽ പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പോൾ രാവിലെ എടുത്തപ്പോൾ ഞാൻ എയർപോർട്ടിലുള്ളൊരു തൂണിൻ്റെ പുറകിൽ നിന്നിട്ടായിരുന്നു കേട്ടോ എടുത്തത്. അപ്പം ഇതിപ്പോൾ വീഡിയോയിൽ ശരിക്കും എല്ലാം ഉൾപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു കുഞ്ഞു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങിയതാണ്. ഇതൊന്നും ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുമെന്ന്. അപ്പോൾ എന്താണേലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ പുറത്ത് താമസിക്കുന്നവർ ക്വിക്കായിട്ടൊന്ന് പോയിട്ട് വരാം, കുഞ്ഞ് വെക്കേഷനൊക്കെ കിട്ടുമ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിറങ്ങുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും വരില്ല, നമ്മളെപ്പോലെ പൊട്ടത്തരം കാണിക്കുന്നവർക്കൊക്കെ ആയിരിക്കും വരത്തുള്ളൂ. പക്ഷേ എന്നാലും അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, ആർക്കും അങ്ങനെ കൂടെ ഒന്ന് ചിന്തിക്കാമല്ലോ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇതുകൂടെ ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ രാവിലെ എടുത്ത സെയിം സ്ഥലത്ത് തന്നെ പോയിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റായിട്ട് ചെയ്യുന്ന. ഇപ്പോൾ പിച്ചായം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നത് റിജക്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ പിച്ചായം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവിടെ നിന്ന് വരാൻ 4 മണിക്കൂർ എടുക്കും. ജോണിക്കുട്ടീനെയും കൂട്ടി വരാം. അപ്പോൾ അവൻ്റെ പാസ്പോർട്ട് ഇത് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ അല്ല ആക്ച്വലി. എനിക്കറിയില്ല എന്താണെന്ന്. എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെയും വന്നു കേട്ടോ, റിജക്റ്റ് ആവുകയോ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ മേളിൽ ചെന്നിട്ട് അവളോട് ഇത് എങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. നമ്മളൊന്നുകൂടെ അപ്ലൈ ചെയ്യാൻ പോകട്ടോ. കുറേ നമ്മളിതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അന്നേരപ്പം ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാരൻ്റായിട്ട് ഞാനാണല്ലോ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇപ്പം റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം ചക്കിയുടെ തന്നെ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അത് ഞാനായിരുന്നു ആദ്യം ചെയ്തത്. അപ്പോൾ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കീനെ വെച്ച് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫുൾ പ്രതീക്ഷയിൽ. ചക്കിക്ക് എന്താ തോന്നുന്നത്? നമ്മൾ സെയിം സ്ഥലത്തേക്ക് വരുവാണ്. അതായത് രാവിലെ നമ്മൾ അപ്ലൈ ചെയ്ത സെയിം സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഒരു റിസ്ക് എടുക്കേണ്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. പക്ഷേ നമ്മൾ താമസിക്കുന്ന റൂമിലെല്ലാം ബ്ലാക്കും ഡാർക്കും പിന്നെ ഒരു ഷാഡോ പോലെയൊക്കെ വലിയ വെട്ടമൊന്നുമില്ല. നമുക്കിതിൽ പോകാം, എസ്കലേറ്റർ കയറിപ്പോവാം. അതുകൊണ്ട് എയർപോർട്ടിൽ പിന്നെ തൂണിന് വൈറ്റാണല്ലോ. ഇങ്ങോട്ട് പോയതില്ല. സൂക്ഷിച്ച് വള്ളിയൊക്കെ ഇടയിൽ കയറാൻ നോക്കണേ. ഈ വള്ളി കണ്ടോ, ജാക്കറ്റ് തൂങ്ങി കിടക്കുന്ന വള്ളി, ഈ വള്ളി അത് കെയർഫുള്ളായിരിക്കണം, അതിൻ്റെ ഇടയിൽ പിടിക്കാതെ കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പപ്പ വന്ന് ചക്കീനെ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ ഈസ്റ്ററിന് അടിപൊളി വേറെ പ്ലാൻ ചെയ്യും അല്ലേ? റിജക്റ്റ് ആയാൽ കുഴപ്പമില്ല, പക്ഷേ ലാസ്റ്റ് വട്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയില്ല, ഈ പരിപാടിക്ക് ഇനിയില്ല. ഞാൻ അപ്രൂവ്ഡായി. മാളോട് പ്രാർത്ഥിക്കാലോ. പ്രോമിസ് ഉണ്ടാക്കിയാണ്. മിസ്റ്റേക്ക് എന്നായിരുന്നു എന്ന് പറഞ്ഞേ? എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്, മമ്മേൻ്റെ അല്ലാണ്. അവരോർത്ത് അത് ശരിയല്ല. ഞാൻ വിചാരിച്ചത് നമ്മൾ പാരൻസ് അപ്ലൈ ചെയ്യുമ്പം പാരൻസിൻ്റെ ആണല്ലോ കൊടുക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അല്ലായിരുന്നു. കാരണം എൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഓക്കെയാണ്. പക്ഷേ അല്ലാണ്ട് ഇവരുടെ റിജക്റ്റ് ആയിട്ട് തന്നെ റീഅപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഇവരുടെ ആയിരുന്നു കൊടുക്കേണ്ടത്. എന്നോട് പറയാൻ പോവാം. ഉറങ്ങിയ മാള് ഉറങ്ങിയ നോക്കിയപ്പോൾ എനിക്കറിയാം ചക്കി അങ്ങനെ ചെയ്യുന്നു. പ്രാങ്ക് കിട്ടാതെ ഇങ്ങനെ സോ ഓബിയസ് ആവും ചക്കി. അപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിലോ? കിട്ടിയില്ലായിരുന്നെങ്കിൽ
അവൾ ഹാപ്പി ആയിട്ട് അഭിനയിച്ചാണ്. എന്നിട്ട് അവൾ ആക്ഷൻ കിട്ടില്ല, അതുപോലെ ആയിരുന്നു. ആണോ? ഞാൻ ഓർത്താണ് കറിയാം, പക്ഷെ കറിയില്ല. നമ്മൾ നാളെ പോവാടി, എല്ലാവരും നമുക്ക് ഇത്ര വിയർഡാണ്. കിട്ടിയില്ലേ? കിട്ടിയോ? ഇല്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നുള്ള അവസ്ഥയല്ല നമുക്ക്. പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ലയോ? ഓ അപ്പോഴേക്കും ഇതെല്ലാം ഇടയ്ക്ക് പറക്കി കിട്ടോ? ബാത്റൂമിൽ പോയപ്പോഴേക്കും മോട്ടിവേഷൻ ആണോ? മോട്ടിവേഷൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നെ. അപ്പൊ മമ്മി മെസ്സേജ് അക്സെപ്റ്റ് ആണ്, നമ്മൾ കാറാൻ തുടങ്ങി. ആൾക്കാരെ സ്ട്രെസ് എല്ലാം കഴിഞ്ഞു. അവിടെ സത്യം പറഞ്ഞ മമ്മയുടെ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് നാളെ എന്തായാലും എന്തെല്ലാം കാര്യം നമ്മളൊന്നും പറയണ്ട, നല്ല കൂളായിട്ട് ചാടിത്തുള്ളി പോകുന്നവരാണ്. ഒരേ തടസ്സങ്ങളിടയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്തെല്ലാം കാര്യം ചിന്തിക്കണം അല്ലേ? ആ ഇച്ചിരി ദിവസമുള്ളൂ, ഒരു ദിവസം മിസ്സായാലും ദൈവകൃപയുള്ളതുകൊണ്ട് നമുക്ക് ആ ടിക്കറ്റ് ക്യാൻസലായി പോയില്ല. അല്ലെങ്കിൽ ഒന്നോർത്തേക്ക് ആ ടിക്കറ്റ് ക്യാൻസലായി പോയിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്ക് റീബുക്ക് ചെയ്ത് പോലെ പോസിബിൾ അല്ലായിരുന്നു. ടിക്കറ്റ് നമുക്ക് നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്ത് തന്നു. കൈൻഡ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. ജോണിക്കുട്ടീനെ കുറേ പേര് ചോദിച്ചായിരുന്നു, ജോണിക്കുട്ടീനെ എന്താ നമ്മൾ കൂടുതൽ കൊണ്ടുപോകാത്തേന്ന്. ജോണിക്കുട്ടിയും പട്ടൻ്റെ ശരിക്കും നാട്ടിൽ അവർ രണ്ടുപേരും പോകാണ്ടാണ്. പക്ഷെ യുദ്ധം കാരണം അത് ക്യാൻസൽ ആയതുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിൽ പോകാനാണ്. ആക്ച്വലി പോകാനാണ് ബിക്കോസ് അവന് വീർപ്പച്ചയാണ്. അവനെ ചൂസ് ചെയ്തു. പിന്നെ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഇച്ചിരി അങ്ങ് ഏറ്റവും അവസാന മൊമെന്റ് ആയി കഴിയുമ്പോഴേക്കും വരുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അതായിരുന്നു ആ കരച്ചിൽ കണ്ടപ്പോൾ നമുക്ക് ഇച്ചിരി സങ്കടമായി പോയി. പക്ഷെ എന്നാലും സാരമില്ല, തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ അവന് സർപ്രൈസും കൊണ്ടുപോകും അല്ലേ. പിന്നെ ഹോട്ടൽ എടുക്കുന്ന പപ്പ അതും കൂടുതൽ അവന് വിഷമമായി. ജോണിക്കുട്ടിക്ക് മേടിച്ചോണ്ട് പോവാ അല്ലേ. കിടക്കണ ബേബീനെ വലിച്ചെടുത്തിട്ട് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ മോളു വേണ്ട അങ്ങനെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ. എന്നൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എയർപോർട്ടിൽ പോകണം, ഇൻസ്ട്രക്ഷൻസ്. അതെ, കെയർഫുള്ളി. നമുക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നൊക്കെയാ പഠിച്ചേ? ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് അത് അറിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് നടക്കില്ലായിരുന്നു അല്ലേ. എന്തായാലും കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, കുറേ ഇമോഷൻസിലൂടെ കടന്നുപോയി. അമ്മ സ്ട്രെസ് അടിച്ചിട്ടല്ല ചെയ്തപ്പോൾ എൻ്റെ വയറിൻ്റെ അകത്തും പറ്റി സ്ട്രെസ് കയറിയിരിക്കുമായിരുന്നു. ഞാൻ പരമാവധി വിജയം പറയണ്ട പാനിക്കാവല്ലേ പയ്യെ പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാനങ്ങ് ടെൻഷൻ കയറിയിട്ട് എന്തായാലും അതുകൊണ്ടാണ് തോന്നുന്നു അത്രയും ഒരു എന്താ പറയുക ഒരു പത്തറ്റിക് സിറ്റുവേഷൻ പോലെ ഫീൽ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഫ്രീ ആയിട്ട് അവർ നമുക്ക് റീഷെഡ്യൂൾ ചെയ്തു തന്നു ഫ്ലൈറ്റ് അല്ലേ. അതുകൊണ്ട് പോസിബിൾ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ അതേ ടൈമിൽ നാളെ നമ്മൾ ഒന്നുകൂടെ ഇറങ്ങുകയാണ്, ഫ്രഷ് സ്റ്റാർട്ട്. അപ്പം നമ്മളിപ്പം വലിയ ഹെവി ആയിട്ട് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം മൊത്തത്തിൽ ഷോക്കിലാണ്. അപ്പോൾ ഒരേ പനീനി ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.